ക്രിസ്മസിന് തയ്യാറാക്കാനായിട്ട് രണ്ട് രീതിയിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആൽക്കഹോളിൽ സോക്ക് ചെയ്തിട്ടുള്ളതും ഒന്ന് സോക്ക് ചെയ്യാതെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമുക്കൊരു കാരമൽ സിറപ്പ് തയ്യാറാക്കാനുണ്ട്. ഇത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മേത്തേക്കൊന്നും തെറിക്കാതെ. നന്നായിട്ട് കാരമലൊക്കെ ഒന്ന് ഉരുകി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ 300 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തോളം റമ്മിൽ സോക്ക് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഒന്ന് അരിച്ച് അതിനകത്ത് ബാക്കിയുള്ള റമ്മൊന്ന് മാറ്റിവെക്കാം. ഒരു 1/4 ടീസ്പൂൺ സ്പൈസ് പൗഡർ വേണം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, അതേപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഇതെല്ലാം കൂടി പൊടിച്ചതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 200 ഗ്രാം മൈദ, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഈ സ്പൈസ് പൗഡർ ഫ്രഷ് ആയിട്ട് ഞാൻ പൊടിച്ചെടുത്താണ്. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് പൊടിച്ച് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 200 ഗ്രാം ഡിമറാറ ഷുഗർ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ബ്രൗൺ ഷുഗർ. എപ്പോഴും പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്ററൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 200 ഗ്രാം മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 4 മുട്ട വരും. ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട എപ്പോഴും ഓരോന്നായിട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഈ ഒരു ബാറ്റർ നല്ല ക്രീമി ആയിട്ട് ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടാറിയ കാരമൽ സിറപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ, അതുപോലെ ബേക്കിംഗ് പൗഡർ, അതുപോലെ സ്പൈസ് പൗഡർ, ഇത് മൂന്നും കൂടി ചേർത്ത മിക്സ് കുറച്ച് വിധം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എപ്പോഴും മൈദ ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് വിധം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 ട്രിപ്പായിട്ടാണ് ഞാനിപ്പോൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കമ്പൈനായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മൈദയിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് ബാറ്ററിൽ ചേർക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരിക്കലും താണു പോവില്ല. അതിനുവേണ്ടി നമ്മളിതുപോലെ മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ കേക്ക് മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റേസിൻസ്, അതായത് ബ്ലാക്ക് റേസിൻസ്, അതുപോലെ സുൽത്താനാസ്, കാഷ്യൂനട്ട്സ്, ഡേറ്റ്സ്, ചെറീസ്, ടൂട്ടി ഫ്രൂട്ടി, ഫിഗ്, അങ്ങനെ ഒരുപാട് തരം ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ റമ്മിൽ സോക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. സാധാരണ കേക്ക് ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിരിക്കും കേട്ടോ. അക്കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു കേക്ക് ടീനിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് എല്ലാ വശത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഈ കേക്ക് ടീനിൻ്റെ പകുതി മാത്രം ബാറ്റർ ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനാണ്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 50 മിനിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂർ കുത്തി നോക്കുമ്പോൾ അത് നീറ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു റം വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ മീതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ക്ലിംഗ് റാപ്പ് ചെയ്ത് സൂക്ഷിക്കാം. 2-3 ദിവസം അടുപ്പിച്ച് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഇത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് റമ്മിൻ്റെ ഫ്ലേവറൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കേക്ക് റമ്മിൽ സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണ ക്രിസ്മസിന്.
ഇനി നമുക്ക് റമ്മിലൊന്നും സോക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആൽക്കഹോൾ ഒന്നും ചേർക്കാത്ത ഒരു ബോയിൽഡ് റേസിൻസ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ബ്ലാക്ക് റേസിൻസ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും ഈ ബട്ടറൊക്കെ ഒന്ന് ഉരുകി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടിക്കോളും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ബട്ടറൊക്കെ ഒന്ന് ഉരുകി ഇതെല്ലാം ഒന്ന് കുറുകിയൊക്കെ വന്നോളും. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഈ മുന്തിരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. അതാണ് കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞ് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഏത് കേക്ക് തയ്യാറാക്കുമ്പോഴും അതിൽ വാനില എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കേക്കിന് നല്ല ഫ്ലേവർ ആയിരിക്കും ഇത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചൊന്നും എടുക്കുന്നില്ല. ഇതുപോലെ സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മൈദ മിക്സ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് മാത്രം മതിയാവും. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു തിക്ക് ബാറ്റർ ആണെന്നുള്ളത്. പക്ഷെ പേടിക്കേണ്ട, നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ഇനി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മൈദ ഈ ഒരു റേസിൻസ് അതായത് ഉണക്കമുന്തിരിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 മുട്ടയും ഒരുമിച്ച് തന്നെ ഞാനിപ്പോൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മുട്ട ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബാറ്റർ കുറച്ചുകൂടി ലൂസായിട്ട് വരുന്നുണ്ടെന്ന്. എന്നാൽ സാധാരണ കേക്ക് ബാറ്ററിനെ അപേക്ഷിച്ചിട്ട് അത്ര ലൂസായിരിക്കില്ല, അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമുക്കൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ ഒന്ന് നോക്കുക, എല്ലാം നല്ല പാകമായിരിക്കും. ആ സ്പൈസ് പൗഡറിൻ്റെയൊക്കെ മണം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ അടിപൊളി മണമാണ് കേട്ടോ. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള കേക്ക് ടിന്നിൽ എപ്പോഴും പകുതി മാത്രം ബാറ്റർ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഈ കേക്കൊക്കെ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അത് കാരണമാണ് എപ്പോഴും ഈ കേക്ക് ടിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 60 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൽ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്ക്യൂർ കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. ചിലപ്പോൾ 1 മണിക്കൂറിൽ മീതെയൊക്കെ ബേക്കിംഗ് ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബോയിൽഡ് റേസിൻസ് കേക്കും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് തയ്യാറാക്കുന്ന പ്ലം കേക്കും എല്ലാവരും ഇത്തവണത്തെ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.